നമസ്കാരം. പ്രധാന വാർത്തകൾ. സുപ്രീം കോടതി ഖനനം നിരോധിച്ച സാഹചര്യത്തിൽ സർക്കാർ പുതിയ നിയമനിർമ്മാണം നടത്തണമെന്ന് PK ശശി. CITUവിന്റെ നേതൃത്വത്തിൽ മണ്ണാർക്കാടും പട്ടാമ്പിയിലും മാർച്ച്. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ അശാസ്ത്രീയമായി നിർമ്മിച്ച ഡിവൈഡറുകൾ അപകടക്കെണിയൊരുക്കുന്നു. ദിനംപ്രതി 100 കണക്കിന് ഗ്യാസ് ടാങ്കർ പോകുന്ന ഈ പാതയിൽ ഏറ്റവും കൂടുതൽ അപകടമുണ്ടായത് മണ്ണാർക്കാട്. ഷൊർണൂർ നിയോജകമണ്ഡലം MLAയുടെ ഓഫീസ് ചെർപ്പളശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. CPM ഓഫീസിൽ MLA ഓഫീസ് തുറന്നതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ചടങ്ങ് ബഹിഷ്കരിച്ചു. ചെർപ്പശ്ശേരി മഞ്ചക്കലിൽ കുന്ന നിരപ്പാക്കുന്നതിനിടെ JCB കത്തിനശിച്ചു. കുന്നിടിക്കുന്നത് അനധികൃതമാണെന്നാരോപിച്ച് DYFIയും AYFും പ്രക്ഷോഭത്തിന്. അപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്ന മന്ത്രി മഞ്ഞളാംകുഴി അലി ചൊവ്വാഴ്ച ആശുപത്രി വിടും. 2 ആഴ്ചത്തെ വിശ്രമം ഡോക്ടർമാർ നിർദ്ദേശിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. സുപ്രീം കോടതി ഖനന നിരോധനം കൊണ്ടുവന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ നിർമ്മാണ മേഖല സ്തംഭിക്കാതിരിക്കാൻ സർക്കാർ പുതിയ നിയമനിർമ്മാണം നടത്തണമെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ശശി പറഞ്ഞു. LDF സർക്കാർ മുമ്പ് ഇത്തരം സാഹചര്യങ്ങളിൽ നിയമനിർമ്മാണം നടത്തിയിട്ടുണ്ടെന്നും PK ശശി ചൂണ്ടിക്കാട്ടി. മണ്ണാർക്കാട് ട്രഷറി ഓഫീസിലേക്ക് ചുമട്ടുതൊഴിലാളി യൂണിയൻ CITU നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള റവന്യൂ ഡിപ്പാർട്ട്മെന്റിനാണ് അതാത് ജില്ലകളിൽ പുഴകളിൽ നിന്ന് മണലെടുക്കാനുള്ള അവകാശം. അത് കിട്ടാൻ തന്നെ ഉള്ള പ്രയാസം ഞാനിപ്പോൾ വിശദീകരിക്കേണ്ടതില്ല. കരിങ്കൽ ക്വാറിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളാണെങ്കിൽ മൈനിങ് ആൻഡ് ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റാണ് അനുമതി കൊടുക്കേണ്ടത്. ഇപ്പോൾ സുപ്രീം കോടതി പറയുക മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റിനൊന്നും അധികാരമില്ല, കളക്ടർമാർക്ക് അധികാരമില്ല, റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അധികാരമില്ല. ഇതെല്ലാം തന്നെ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയവുമായി ബന്ധപ്പെടണം. കേന്ദ്ര വനം മന്ത്രാലയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമേ ഇതിന് അനുമതി കൊടുക്കാൻ പാടുള്ളൂ എന്ന തീരുമാനം സുപ്രീം കോടതി സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായും കേരളത്തിന്റെ നിർമ്മാണ മേഖല പരിപൂർണമായി സ്തംഭിക്കും. ആ നിർമ്മാണ മേഖല സ്തംഭിച്ചാൽ കേരളത്തിന്റെ വികസനം വഴിമുട്ടില്ലേ? കരിങ്കൽ, ചെങ്കൽ, മണൽ, മണ്ണ് തുടങ്ങിയവയുടെ ഖനനം നിരോധിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി വിധി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് ചുമട്ടുതൊഴിലാളികൾ മണ്ണാർക്കാട് മാർച്ച് നടത്തിയത്. മാർച്ച് ട്രഷറി ഓഫീസിന് മുമ്പിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ ചുമട്ടുതൊഴിലാളി യൂണിയൻ CITU മണ്ണാർക്കാട് പ്രസിഡന്റ് PK പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KP മസൂദ്, CPM ഏരിയ സെക്രട്ടറി M ചന്ദ്രശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഖനനം നിരോധിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി വിധി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടും നിർമ്മാണ മേഖലയിലെ സ്തംഭനാവസ്ഥ പരിഹരിക്കാൻ സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ടും ചുമട്ടുതൊഴിലാളി യൂണിയൻ CITU പട്ടാമ്പി ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും മാർച്ച് നടത്തി. സിവിൽ സ്റ്റേഷനിലേക്കായിരുന്നു മാർച്ച്. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി N ഉണ്ണികൃഷ്ണൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ PP മൊയ്തീൻകുട്ടി, PC വാസു, സൈദാലിക്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. വാഹനാപകടങ്ങൾക്ക് കാത്തിരിക്കുകയാണ് ദേശീയപാതയിൽ അശാസ്ത്രീയമായി നിർമ്മിച്ച ഡിവൈഡറുകൾ. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ അങ്ങാടിപ്പുറം മുതൽ പെരിന്തൽമണ്ണ വരെ നിർമ്മിച്ച ഡിവൈഡറുകളിൽ റിഫ്ലക്ടറുകളോ മാർക്കിങ്ങോ പതിച്ചിട്ടില്ല. പെരിന്തൽമണ്ണ ബ്യൂറോയുടെ റിപ്പോർട്ട്. മുന്നറിയിപ്പ് സൂചനകൾ ഇല്ലാതിരുന്ന ഡിവൈഡറിൽ പാചകവാതക ടാങ്കർ ഇടിച്ചാണ് 20ഓളം പേരുടെ മരണത്തിനിടയാക്കിയ കണ്ണൂരിലെ ദുരന്തം ഉണ്ടായത്. മുന്നറിയിപ്പ് സൂചനകളില്ലാത്ത പാണമ്പ്ര വളവിലെ ഡിവൈഡറിൽ തട്ടിയാണ് നടൻ ജഗതിയും വാഹനാപകടത്തിൽപ്പെട്ടത്. ഇത്തരം ഡിവൈഡറുകൾ കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലും പല ഭാഗങ്ങളിലായും ഉണ്ട്. റോഡ് വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ മുതൽ അങ്ങാടിപ്പുറം വരെ കോൺക്രീറ്റ് ഡിവൈഡറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ഡിവൈഡറുകളിൽ റിഫ്ലക്ടറോ മാർക്കിങ്ങോ ഇല്ലാത്തതു കാരണം രാത്രി സമയങ്ങളിൽ വാഹനാപകടങ്ങൾക്ക് സാധ്യതയേറെയാണ്. ഡിവൈഡറുകൾ ഉള്ള ഭാഗത്തെ വെളിച്ചക്കുറവും വാഹനാപകടങ്ങൾക്ക് ഇടയാക്കും. ഡിവൈഡറുകളിൽ തട്ടി ഇതിനകം വാഹനാപകടങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അപകടങ്ങൾ തുറക്കുന്നതിനും ഗതാഗത നിയന്ത്രണത്തിനുമാണ് ഈ ഡിവൈഡറുകൾ സ്ഥാപിച്ചത്. എന്നാൽ മുന്നറിയിപ്പ് സൂചനകളില്ലാത്ത ഈ ഡിവൈഡറുകൾ രാത്രി സമയങ്ങളിൽ വാഹനങ്ങൾക്ക് കെണിയൊരുക്കും. പെരിന്തൽമണ്ണയിൽ നിന്നും ബാദുഷാ നെല്ലായ്ക്കൊപ്പം സത്താറാനമങ്ങാട്. കണ്ണൂർ ചാലയിൽ ഗ്യാസ് ടാങ്കർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിന്റെ ഭീകരതയിൽ ഭയന്നിരിക്കുകയാണ് മണ്ണാർക്കാട്ടുകാർ. ദിവസവും 100 കണക്കിന് ഗ്യാസ് ടാങ്കർ ലോറികൾ കടന്നുപോകുന്ന മണ്ണാർക്കാട് ദേശീയപാതയിൽ 4 വർഷത്തിനിടെ 40ഓളം ഗ്യാസ് ടാങ്കർ ലോറി അപകടങ്ങളാണ് നടന്നത്. ഗ്യാസ് ടാങ്കർ ലോറി അപകടം നിത്യസംഭവമായ മണ്ണാർക്കാട് പ്രദേശത്തുള്ളവർക്ക് അതിന്റെ തീവ്രത എത്രത്തോളമാണെന്ന് മനസ്സിലായത് ചാലയിലെ ഗ്യാസ് ടാങ്കർ ലോറി അപകടം നടന്നതോടെയാണ്. 2009 ഒക്ടോബർ 2-ന് കുന്തിപ്പുഴ പാലത്തിൽ നിന്നും 18 ടൺ പാചകവാതകവുമായി വന്ന ടാങ്കർ ലോറി പുഴയിലേക്ക് മറിഞ്ഞ് ഗ്യാസ് ചോർച്ച ഉൾപ്പെടെയുണ്ടായിരുന്നെങ്കിലും ഇവിടെയുള്ളവർക്ക് ഇത്രയും ഭയം തോന്നിയിരുന്നില്ല. 4 ദിവസം ഗതാഗതം മുടക്കിയ ഈ ഗ്യാസ് ടാങ്കർ ലോറി അപകടത്തിന് പുറമെ 40ഓളം അപകടങ്ങളാണ് മുണ്ടൂരിനും കരിങ്കല്ലത്താണിക്കുമിടയിൽ നടന്നത്. ഇതിനിടെ 2 തവണ വീയകുറിശി കനാൽ വളവിൽ വീടിന് മുകളിലേക്ക് ഗ്യാസ് ടാങ്കർ ലോറി മറിഞ്ഞ് അപകടവും നടക്കുകയുണ്ടായി. എന്നാൽ ഈ അപകടങ്ങളിലൊന്നും ചാലയിലേതുപോലുള്ള ദുരന്തമോ മരണമോ സംഭവിച്ചിട്ടില്ല. അതിനാൽ മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിൽ തന്നെ ഗ്യാസ് ടാങ്കർ ലോറി അപകടത്തിന്റെ കണക്ക് 4 വർഷത്തിനിടെ 8 എണ്ണം മാത്രം. ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ മാത്രം കണ്ണു തുറക്കുന്ന അധികാര കേന്ദ്രങ്ങളാണ് നമ്മുടേത്.
കൂടാതെ വികസനങ്ങൾ സാങ്കേതിക പ്രശ്നങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയും നിലനിൽക്കുന്നു. ഇത്തരം കാര്യങ്ങളിലെങ്കിലും മനുഷ്യജീവനാണ് പ്രധാനമെന്നും സാങ്കേതികത്വങ്ങൾ അതിനെ കീഴ്പ്പെടേണ്ടതാണെന്നുമുള്ള മാനവിക ബോധം നമ്മുടെ ബ്യൂറോക്രസിക്ക് ഉണ്ടാവുന്നില്ല എന്നത് സങ്കടകരമാണെന്നും ഈ പ്രശ്നവുമായി 2 വർഷത്തോളമായി സമരരംഗത്തുള്ള KPS പയ്യനടം പറഞ്ഞു. ടാങ്കർ ദുരന്തത്തിന്റെ വളരെ ഭയാനകമായ വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ മണിക്കൂറിലും പേടിപ്പെടുത്തുന്ന സംഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. 18 ജീവൻ നഷ്ടപ്പെട്ടു എന്നാണ് ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്നത്. ഇനിയും പലരും ഗുരുതരമായ അപകടത്തിൽ തന്നെയാണ് കിടക്കുന്നത്. ഇവിടെ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലം കുന്നിപ്പുഴ പാലത്തിന് സമീപം ആണ് എന്നത് ഈ ടാങ്കർ ദുരന്തവുമായി വളരെയേറെ ബന്ധമുള്ള ഭയപ്പെടുത്തുന്ന ചില വസ്തുതകളുള്ള പ്രദേശമാണ്. പലതവണ ടാങ്കർ ദുരന്തം നടന്ന സ്ഥലമാണ് കുന്നിപ്പുഴ പാലം. അങ്ങനെ നടന്നപ്പോഴാണ് ഞങ്ങൾ കുന്നിപ്പുഴയിൽ പുതിയ വീതി കൂടിയ പാലം വേണം എന്നൊരാവശ്യം ഉന്നയിച്ചുകൊണ്ട് കുന്നിപ്പുഴ പാലം കർമ്മസമിതി രൂപീകരിച്ച് പ്രക്ഷോഭരംഗത്തിറങ്ങിയത്. ഇവിടെ ടാങ്കർ ലോറി മറിഞ്ഞിട്ട് മണിക്കൂറുകളോളം സമീപവാസികൾക്ക് പ്രഭാത ഭക്ഷണം പാചകം ചെയ്യാൻ കഴിയാതെ വീടുകൾ വാതിലടച്ച് ഇരിക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത്തരമൊരു ദുരവസ്ഥ കണ്ടപ്പോഴാണ് ഞങ്ങൾ ഈ വിഷയം അധികൃതരുടെ മുമ്പാകെ എത്തിച്ചത്. പക്ഷേ എപ്പോഴും വലിയ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ മാത്രം കണ്ണു തുറക്കുന്ന ഒരു സ്ഥിതി നമ്മുടെ അധികാര കേന്ദ്രങ്ങളിലുണ്ട്. ഇത് അന്നേ ഞങ്ങൾ സൂചിപ്പിച്ചതാണ്. മണ്ണാർക്കാട് കുന്തിപ്പുഴ പാലത്തിന്റെ സമീപം ഉണ്ടാകുന്ന ഈ ചെറിയ അപകടങ്ങൾ മനസ്സിലാക്കിയിട്ട് അടിയന്തരമായി പ്രശ്നപരിഹാരം വേണം എന്നാണ് ഞങ്ങൾ അന്ന് ആവശ്യപ്പെട്ടത്. കാരണം വൻ ദുരന്തങ്ങൾ വരാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. കുറേ മനുഷ്യന്റെ ജീവൻ പൊലിയുമ്പോൾ മാത്രം നമ്മുടെ കണ്ണു തുറക്കുന്ന അവസ്ഥ ഇനി ഉണ്ടാകരുത് എന്നൊക്കെ ഞങ്ങൾ അന്ന് വളരെ ശക്തമായി പറയുകയും ബന്ധപ്പെട്ട എല്ലാ കേന്ദ്രങ്ങളിലെയും ഈ വിവരം അറിയിക്കുകയും ചെയ്തതാണ്. പലതവണ ടാങ്കർ ദുരന്തമുണ്ടായ ഈ പാലത്തിന്റെ സമീപത്ത് നിൽക്കുമ്പോൾ ശാലയിൽ നിന്നുള്ള ഭയാനകമായ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരിക്കൽ കൂടെ വളരെ ഹൃദയവേദനയോടെ നമ്മുടെ അധികാര സ്ഥാപനങ്ങളോട് പറയാനുള്ളത്, ദയവ് ചെയ്ത് ഈ അപകടത്തെ ഒഴിവാക്കാനുള്ള യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള നടപടികളുണ്ടാകും. സംസ്ഥാന പാതയായിരുന്ന കോഴിക്കോട് പാലക്കാട് പാതയെ ദേശീയപാത 213 ആക്കി ഉയർത്തിയപ്പോൾ പ്രഖ്യാപനമല്ലാതെ യാതൊരു ശാസ്ത്രീയമായ നിർമ്മാണ പ്രവൃത്തിയും പാതയിൽ നടത്തിയിട്ടില്ല. അതിനാൽ ചാല ദുരന്തത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കിയെങ്കിലും ഇതിനൊരു ശാശ്വതമായ പരിഹാരം അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്നാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. ചെർപ്പളശ്ശേരിയിൽ മണ്ണ് മാന്തുന്നതിനിടെ JCB കത്തിനശിച്ചു. മഞ്ചക്കലിൽ കുന്ന് ഇടിക്കുന്നതിനിടെയാണ് JCB കത്തിപിടിച്ചത്. ആർക്കും പരിക്കില്ല. 2 യൂണിറ്റ് ഫയർ എഞ്ചിനുകൾ എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ചെർപ്പളശ്ശേരി നെല്ലായ ഗ്രാമപഞ്ചായത്ത് അതിർത്തിയിലെ മഞ്ചക്കല്ലിലുള്ള കുന്ന് നിരത്തുന്നതിനിടെ വൈകിട്ട് 6:30യോടെയാണ് JCBക്ക് തീ പിടിച്ചത്. ആർക്കും പരിക്കില്ല. JCB പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന തീ പടർന്നത്. പെരിന്തൽമണ്ണയിൽ നിന്നും ഷൊർണൂരിൽ നിന്നും ഓരോ യൂണിറ്റ് ഫയർ എഞ്ചിനുകൾ എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഇതിനടുത്തായി ഒരു പെട്രോൾ പമ്പും പ്രവർത്തിക്കുന്നുണ്ട്. ആശുപത്രി നിർമ്മാണത്തിനാണ് കുന്ന് ഇടിച്ചു നിരത്തുന്നത് എന്ന് സ്ഥലമുടമ പറഞ്ഞു. അനധികൃതമായാണ് മഞ്ചക്കല്ലിൽ കുന്നിടിക്കുന്നതെന്നാരോപിച്ച് AIYF, DYFI തുടങ്ങിയ യുവജന സംഘടനകൾ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ചെർപ്പശ്ശേരി മഞ്ചക്കല്ലിൽ സ്വകാര്യ വ്യക്തി അനധികൃതമായാണ് കുന്നിടിക്കുന്നതെന്നാരോപിച്ച് DYFI ചൊവ്വാഴ്ച മഞ്ചക്കൽ കുന്നിലേക്ക് മാർച്ച് നടത്തുമെന്ന് DYFI ചെർപ്പശ്ശേരി ബ്ലോക്ക് സെക്രട്ടറി M. സിജു അറിയിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. വാഹനാപകടത്തിൽ പരിക്കേറ്റ് പെരിന്തൽമണ്ണയിൽ ചികിത്സയിൽ കഴിയുന്ന മന്ത്രി മഞ്ഞളാംകുഴി അലി ചൊവ്വാഴ്ച ആശുപത്രി വിടും. 2 ആഴ്ചത്തെ പൂർണ്ണ വിശ്രമവും ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ആലപ്പുഴയിൽ വെള്ളിയാഴ്ച ഔദ്യോഗിക വാഹനം ഓട്ടോയിലിടിച്ചുണ്ടായ വാഹനാപകടത്തിൽ മന്ത്രി മഞ്ഞളാംകുഴി അലിയുടെ വലതുകാലിൽ ആഴത്തിൽ മുറിവേറ്റിരുന്നു. വലതു കാൽമുട്ടിൽ ആഴത്തിൽ മുറിവേറ്റ മന്ത്രിയെ ശനിയാഴ്ച ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയിരുന്നു. ശസ്ത്രക്രിയയെ തുടർന്ന് സുഖം പ്രാപിച്ചു വരുന്ന മന്ത്രി മഞ്ഞളാംകുഴി അലി ചൊവ്വാഴ്ച ആശുപത്രി വിടും. പെരിന്തൽമണ്ണ അൽഷിഫ ആശുപത്രിയിലെ അസ്ഥിരോഗ വിഭാഗ മേധാവി മോഹൻകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു മന്ത്രിക്ക് ശസ്ത്രക്രിയ നടത്തിയത്. 2 ആഴ്ചത്തെ പൂർണ്ണ വിശ്രമം വേണമെന്ന് മന്ത്രിക്ക് ഡോക്ടർമാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ മനാലി വാഹനാപകടത്തിൽപ്പെട്ട് വലത്തെ കാൽമുട്ടിനുള്ളിലായിട്ട് എല്ല് പൊട്ടി അത് ശസ്ത്രക്രിയയിലൂടെ ഉറപ്പിക്കാനുണ്ടായത്. കീഹോൾ സർജറിയാണ് ചെയ്തിരിക്കുന്നത്. സ്ക്രൂ ഉറപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് 2 ആഴ്ചത്തെ പൂർണ്ണ വിശ്രമമാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം ഏകദേശം 6 ആഴ്ചയോട് കൂടിയിട്ട് സാധാരണ നിലയ്ക്ക് തിരിച്ചു വരാൻ തുടങ്ങും. ചൊവ്വാഴ്ച ഡിസ്ചാർജ് ആകാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ആളെ ക്രച്ചിന്റെ സഹായത്തോടുകൂടി നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പരിക്കേറ്റ് ചികിത്സയിൽ ആയതിനാൽ മന്ത്രിയുടെ ഒരാഴ്ചത്തെ പരിപാടികൾ മാറ്റിവെച്ചിട്ടുണ്ട്. ഏലംകുളം, വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്തുകളിലെയും പെരിന്തൽമണ്ണ നഗരസഭയിലെയും ജനസമ്പർക്ക പരിപാടി പിന്നീട് നടക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ജനസമ്പർക്ക പരിപാടിയിൽ ലഭിച്ച പരാതികൾ തീർപ്പാക്കുന്ന നടപടികൾ നടന്നുവരികയാണെന്നും മന്ത്രി അറിയിച്ചു. 4 പഞ്ചായത്തുകളുടെ കഴിഞ്ഞു. 2 പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയാണ് ബാക്കിയുള്ളത്.
അപ്പോൾ ഈ ചെറിയ പ്രശ്നം കൊണ്ട് അത് കുറച്ച് ദിവസം മാറ്റി വെച്ചിട്ട് 2 ആഴ്ച കഴിയുമ്പോൾ ജനസമ്പർക്ക പരിപാടി തുടങ്ങാം. അപ്പോൾ കഴിഞ്ഞ 4 പഞ്ചായത്തുകളുടെ അതിൻ്റെ കടലാസുകളൊക്കെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അത് ഈ മുഴുവൻ കഴിയാൻ വേണ്ടി കാത്തു നിൽക്കുന്നില്ല. എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേയൊക്കെ പ്രശ്നങ്ങൾ ഇപ്പോൾ തന്നെ സോർട്ട് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മറ്റുള്ള 2 പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കൂടി ഒരു 2-3 ആഴ്ചയ്ക്ക് ശേഷം അത് പ്രത്യേക അറിയിപ്പ് വരും. അതിനനുസരിച്ച് നമ്മൾ ജനസമ്പർക്ക പരിപാടി പുനരാരംഭിക്കും. അതേസമയം മന്ത്രിയുടെ ഔദ്യോഗിക വാഹനം ഇടിച്ച് മരണപ്പെട്ട ഓട്ടോ ഡ്രൈവറുടെ കുടുംബത്തിന് സർക്കാർ 5 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. ഇതിനു പുറമെ ഓട്ടോ ഡ്രൈവറുടെ കുടുംബത്തിന് മന്ത്രിയും ധനസഹായം നൽകും. ഷൊർണൂർ നിയോജകമണ്ഡലം എം.എൽ.എ. കെ സലീഹയുടെ ക്യാമ്പ് ഓഫീസ് ചെർപ്പശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. CPM ഏരിയ കമ്മിറ്റി ഓഫീസിൽ ആരംഭിച്ച എം.എൽ.എ. ഓഫീസ് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P.K. സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. CPM ചെർപ്പശ്ശേരി ഏരിയ കമ്മിറ്റി ഓഫീസായ AKG മന്ദിരത്തിലാണ് കെ സലീഹ എം.എൽ.എയുടെ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഓഫീസ് ഉദ്ഘാടന ചടങ്ങിൽ CPM നേതാക്കളായ P.A. ഉമർ, KB സുഭാഷ്, O. സുലൈഖ, K. സൈനബ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. പുതിയ ഓഫീസ് വഴി എം.എൽ.എയുടെ സേവനം ജനങ്ങൾക്ക് കൂടുതൽ ലഭ്യമാക്കാൻ കഴിയുമെന്ന് കെ സലീഹ എം.എൽ.എ പറഞ്ഞു. അല്ല, അത് ജനങ്ങൾക്ക് കുറച്ചുകൂടി നമ്മളെ എം.എൽ.എ. ആയിട്ട് ബന്ധപ്പെടേണ്ട വിഷയങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം എന്ന നിലക്കാണ് ഈ മണ്ഡലത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന നിലക്ക് ചെർപ്പശ്ശേരിയിൽ ഇതിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചത്. ഫുൾ ടൈം ഒരു സെക്രട്ടറി ഓഫീസിനകത്ത് ഉണ്ടാവും. പെട്ടെന്ന് കിട്ടേണ്ട എം.എൽ.എയിൽ നിന്ന് കിട്ടേണ്ട ബദല കത്തുകൾ, ഒപ്പ്, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഈ ഓഫീസുമായിട്ട് സമീപിച്ചാൽ ഉടനെ തന്നെ അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി ജനങ്ങൾക്ക് ഒരു സൗകര്യമായിരിക്കും ഈ ഓഫീസിന്റെ പ്രവർത്തനം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഷൊർണൂർ നിയോജകമണ്ഡലം എം.എൽ.എയുടെ ഓഫീസ് ഉദ്ഘാടനം കോൺഗ്രസ് ബഹിഷ്കരിച്ചു. എല്ലാവർക്കും ഗുണകരമാകുന്ന വിധത്തിലുള്ള സ്ഥലത്ത് ഓഫീസ് ആരംഭിക്കാതെ CPM ഓഫീസ് ആരംഭിച്ചതിൽ പ്രതിഷേധിച്ചാണ് ഉദ്ഘാടനം ബഹിഷ്കരിച്ചതെന്ന് കോൺഗ്രസ് ചെർപ്പശ്ശേരി മണ്ഡലം പ്രസിഡന്റ് KM ഇസാഖ് പറഞ്ഞു. എം.എൽ.എയെ CPMന്റെ ചട്ടുകമാക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. അടുത്ത 5 വർഷത്തേക്കുള്ള വികസന കാഴ്ചപ്പാടിനൊപ്പം സാമൂഹ്യ പുരോഗതി കൂടി ലക്ഷ്യമിട്ട് ചെർപ്പശ്ശേരി ഗ്രാമപഞ്ചായത്ത് 12ാം പദ്ധതി രേഖ പുറത്തിറക്കി. പ്രകാശനത്തോടൊപ്പം നടന്ന വികസന സെമിനാർ കെ സലീഹ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച് 6.5 പതിറ്റാണ്ട് കഴിഞ്ഞെങ്കിലും നാടിന്റെ വികസനത്തിൽ ജനങ്ങൾക്കും പങ്കാളികളാകാൻ കഴിഞ്ഞത് 17 വർഷം മുമ്പ് ആരംഭിച്ച ജനകീയാസൂത്രണം മുതലാണെന്ന് കെ സലീഹ എം.എൽ.എ. അഭിപ്രായപ്പെട്ടു. എന്ന് പറയുന്നത് ഒരു 17 വർഷക്കാലത്തെ ഈ കാലയളവിൽ മാത്രമാണ് എന്നത് ഈ ജനകീയ ആസൂത്രണ പ്രസ്ഥാനത്തിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനത്തിന്റെയും മേന്മയായി അല്ലെങ്കിൽ അതിന്റെ നേട്ടമായി നമുക്ക് വിലയിരുത്താനാവും എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. കുട്ടികൾ തിരുത്തി മുന്നോട്ട് പോവുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ തിരുത്തി ഇപ്പോ തെറ്റിലേക്ക് തന്നെ നാം പോകുന്നുണ്ടോ എന്ന് ഭയപ്പെടേണ്ടി വരികയാണ്. ഒരു ഘട്ടത്തിൽ ഈ നാടിന്റെ നട്ടെല്ലായി നിന്നിരുന്ന കാർഷിക മേഖല 40% സംഖ്യ കാർഷിക മേഖലക്ക് നീക്കിവെക്കപ്പെട്ടിരുന്നു. ആ കാർഷിക മേഖലക്ക് നീക്കിവെക്കപ്പെടാൻ അത്തരം ഒരു തീരുമാനമെടുത്തത് ഒരു ഗവൺമെന്റിന്റെ ഒരു സങ്കുചിത താല്പര്യം കൊണ്ടല്ല, ഒരു നാടിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം എന്ന നിലക്കാണ് അത്തരത്തിൽ ഉൽപാദന മേഖലയിൽ 40% സംഖ്യ നീക്കിവെക്കണം എന്ന് നാം തീരുമാനമെടുത്തത്. പക്ഷെ ഇപ്പൊ തീരുമാനം വേണമെങ്കിൽ ചെലവഴിക്കാം. ഉൽപാദന മേഖലയിൽ നിർബന്ധമായും 30% പണം ചിലവഴിക്കാനാണ് ചെർപ്പശ്ശേരി ഗ്രാമപഞ്ചായത്ത് കരട് പദ്ധതി രേഖയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്തിന്റെ പതിവ് വികസന പ്രവർത്തനങ്ങൾക്ക് പുറമെ വീടുകളിൽ തന്നെ മാലിന്യ സംസ്കരണത്തിനുള്ള സംവിധാനവും ബയോഗ്യാസ് പ്ലാന്റും പുതിയ കരട് രേഖയിൽ ദീർഘവീക്ഷണത്തോടെയുള്ള വികസനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. എടുത്തു പറയേണ്ട പ്രവർത്തനങ്ങൾ ഇങ്ങനെയാണ്: ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികളെ പരിശീലിപ്പിക്കാൻ പ്രത്യേക കേന്ദ്രം, ഓരോ വാർഡിലും സ്ഥല ലഭ്യതയ്ക്കനുസരിച്ച് കുട്ടികൾക്കുള്ള കളിസ്ഥലം, കാറൽമണ്ണയിൽ കുട്ടികൾക്കായി പാർക്ക് എന്നിവയും വരും വർഷങ്ങളിലെ വികസനത്തിൽ ഉൾപ്പെടും. പാലുൽപാദനം വർദ്ധിപ്പിക്കാൻ ക്ഷീര കർഷകർക്ക് ഉൽപാദന ബോണസ് നൽകാനും ലക്ഷ്യമിടുന്നുണ്ട്. വീടുകളിലെ ടെറസിൽ പച്ചക്കറി കൃഷിക്കായി ചട്ടികൾ, വിത്ത്, ജൈവവളം എന്നിവ നൽകാനും ലക്ഷ്യമിടുന്നു. പശ്ചാത്തല മേഖലയ്ക്കും സേവന മേഖലയ്ക്കും അർഹമായ പ്രാധാന്യം തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് നൽകുന്നത്. EMS ടൗൺ ഹാളിൽ നടന്ന പരിപാടിയിൽ പ്രസിഡന്റ് K. സുരേഷ് അധ്യക്ഷത വഹിച്ചു. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്ക് പുറമെ ത്രിതല പഞ്ചായത്തുകളിലെ അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നന്ദകുമാർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ കാഞ്ഞിരായിക്കടവിൽ കുന്തിപ്പുഴയ്ക്ക് കുറുകെ തൂക്കുപാലത്തിന് 1,12 ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിച്ചു. തോട്ടര, പൊമ്പ്ര പ്രദേശങ്ങളിലുള്ളവരുടെ ഏറെ നാളത്തെ കാത്തിരിപ്പിനാണ് ഇതോടെ വിരാമമായത്. 1 വർഷത്തിനുള്ളിൽ തൂക്കുപാല നിർമ്മാണം പൂർത്തിയാക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ തോട്ടര, പൊമ്പ്ര പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കാഞ്ഞിരായിക്കടവിൽ കുന്തിപ്പുഴയ്ക്ക് കുറുകെ തൂക്കുപാലം നിർമ്മാണത്തിന് സർക്കാരിൽ നിന്നും ഭരണാനുമതി ലഭിച്ചതായി M. ഹംസ MLA പറഞ്ഞു. 200 മീറ്റർ ദൈർഘ്യമുള്ള തൂക്കുപാലത്തിന്
1,12,12,121 രൂപയാണ് ചിലവ് കണക്കാക്കിയിരിക്കുന്നത്. പ്രകൃതി ദുരന്ത നിവാരണ ഫണ്ടിൽ ഉൾപ്പെടുത്തി റവന്യൂ വകുപ്പാണ് തൂക്കുപാലത്തിനാവശ്യമായ തുക അനുവദിച്ചിരിക്കുന്നത്. കാഞ്ഞിരായിക്കടവ് തൂക്കുപാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം അടുത്ത മാസം ആദ്യവാരം റവന്യൂ വകുപ്പ് മന്ത്രി നിർവഹിക്കുമെന്ന് എം ഹംസ MLA ഡെൻസിറ്റി ന്യൂസിനോട് പറഞ്ഞു. കരിമ്പുഴ പഞ്ചായത്തിലെ കാഞ്ഞിരായി മുതൽ തോട്ടറ വരെയുള്ള കരിമ്പുഴ തോടിന് തൂക്കുപാലം നിർമ്മിക്കണമെന്ന ആവശ്യം വളരെ കാലമായി ജനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്കും ജനങ്ങൾക്കും മഴക്കാലത്തും അല്ലാത്ത സമയങ്ങളിലും പുഴ കടന്നു പോകുന്നതിനുള്ള വല്ലാത്ത അസൗകര്യങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ എന്ന നിലയിലാണ് കാഞ്ഞിരായി തൂക്കുപാലം എന്ന ഡിമാൻഡ് ഉയർന്നു വന്നത്. ആ കാഞ്ഞിരായി തൂക്കുപാലത്തിന് 1,12,00,000 രൂപ ചെലവ് മതിക്കുന്ന രൂപത്തിലുള്ള തൂക്കുപാലം നിർമ്മിക്കുന്നതിന് വേണ്ടി അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ലഭിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുള്ള നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തൂക്കുപാലം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ അനുവദിച്ചിട്ടുള്ളത്. ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ തൂക്കുപാലം നിർമ്മിക്കുന്നത്. അടുത്ത മാസം ആദ്യത്തോടുകൂടി കെല്ലെന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനം ഈ തൂക്കുപാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. 1 കൊല്ലക്കാലത്തിനുള്ളിൽ തൂക്കുപാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാനാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രസ്തുത പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് നിർവഹിക്കുന്നതാണ്. അടുത്ത മാസം അദ്ദേഹത്തിന്റെ കൂടി സൗകര്യം കണക്കിലെടുത്തുകൊണ്ട് ഒരു ദിവസം അതിന്റെ നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടും. ഏതാണ്ട് 200 മീറ്റർ നീളമുള്ളതാണ് ഈ തൂക്കുപാലം. ഇതോടെ ജനങ്ങൾക്ക് പുഴ കടക്കാനുള്ള അസൗകര്യങ്ങൾക്ക് പരിഹാരം കാണാനാകും. അവിടെ ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന തോണി യാത്ര എന്ന ബുദ്ധിമുട്ടുള്ള യാത്ര ഒഴിവാക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിയിലേക്കും എത്തും. ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആയി സഹകരിക്കാനും ഈ പദ്ധതി പെട്ടെന്ന് പൂർത്തിയാക്കാനും എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹകരണം അഭ്യർത്ഥിക്കുക. 1 വർഷത്തിനുള്ളിൽ തൂക്കുപാല നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. സർക്കാർ കരാർ സ്ഥാപനമായ കെല്ലിനാണ് തൂക്കുപാലത്തിന്റെ നിർമ്മാണ ചുമതലയുള്ളത്. തൂക്കുപാലം വരുന്നതോടെ പോംബ്ര പ്രദേശങ്ങളിലുള്ളവർക്ക് കരിമ്പുഴ, ശ്രീകൃഷ്ണപുരം ഭാഗങ്ങളിലേക്ക് എത്താൻ കൂടുതൽ സൗകര്യമുണ്ടാകും. നിലവിൽ ഈ പ്രദേശത്തുകാർ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, വില്ലേജ് ഓഫീസ്, കൃഷിഭവൻ, പ്രാഥമികാരോഗ്യ കേന്ദ്രം തുടങ്ങിയ സ്ഥാപനങ്ങളിൽ എത്താൻ കിലോമീറ്ററുകളോളം ദൂരം യാത്ര ചെയ്യേണ്ടി വരുന്ന അവസ്ഥയാണുള്ളത്. സ്കൂൾ കുട്ടികൾക്കും സ്ഥിതി മറിച്ചല്ല. പാലം വരുന്നതോടെ ഈ യാത്രാ ദുരിതത്തിനാണ് അറുതി വരുന്നത്. നിലവിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ കടത്തുതോണിയെയാണ് ആശ്രയിക്കുന്നത്. ഒരിടവേള കൂടി. വാർത്തകൾ തുടരുന്നു. ഒറ്റപ്പാലം മാർക്കറ്റ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് ഈ മാസം ഉദ്ഘാടനം ചെയ്യും. കെട്ടിടത്തിലെ മുറികളുടെ ലേലം ഉടൻ നടക്കുമെന്ന് ചെയർപേഴ്സൺ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2006 നിർമ്മാണം ആരംഭിച്ച കെട്ടിടം ഒരു വ്യാഴവട്ടം പൂർത്തീകരിച്ചാണ് ഉദ്ഘാടനത്തിന് ഒരുങ്ങുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലും താഴെയും 1ാം നിലയിലുമായി 36 മുറികളാണ് ലേലത്തിലുള്ളത്. ഏറ്റവും മുകളിലെ ഓഫീസ് മുറികൾ KSEBിക്കും നഗരസഭയിലെ ആരോഗ്യ വിഭാഗത്തിനും നൽകും. 6 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. ഇതിൽ 4.34 കോടി രൂപ ഹഡ്കോയിൽ നിന്നും ലോൺ എടുത്തിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. കെട്ടിടത്തിൽ മഴവെള്ള സംഭരണം, ഗ്യാസ് പ്ലാന്റ് തുടങ്ങിയ സൗകര്യങ്ങൾ ഏർപ്പെടുത്തും. ഗ്രൗണ്ട് ഫ്ലോറിലും 1ാം നിലയിലും 1 ലക്ഷം രൂപയും താഴെ നിലയിൽ 1.5 ലക്ഷവും കെട്ടിവെച്ചെങ്കിൽ മാത്രമേ ലേലത്തിൽ പങ്കെടുക്കാനാവൂ. 15 ലക്ഷം രൂപ മുറികൾക്ക് അഡ്വാൻസായി നൽകണം. ഇതുവഴി 4.5 കോടി രൂപ വരുമാനം പ്രതീക്ഷിക്കുന്നതായി വൈസ് ചെയർമാൻ S. സെൽവൻ പറഞ്ഞു. ചെയർപേഴ്സൺ P. പാറക്കുട്ടി, സെക്രട്ടറി കൃഷ്ണൻകുട്ടി, കൌൺസിലർ S. ഗംഗാധരൻ, മുനിസിപ്പൽ എഞ്ചിനീയർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ആർട്ടിസാൻ അംഗങ്ങൾക്ക് പ്രത്യേക വകുപ്പും മന്ത്രാലയവും അനുവദിക്കണമെന്ന് ആർട്ടിസാൻസ് യൂണിയൻ CITU ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സമ്മേളനം യൂണിയൻ ജില്ലാ സെക്രട്ടറി V. A. മുരുകൻ ഉദ്ഘാടനം ചെയ്തു. ഒന്നും ഉണ്ടായിരുന്നില്ല. അത് സംഘടിക്കാനുള്ള ശേഷിയോ ഉണ്ടായിരുന്നു. ആ കാലത്താണ് നമ്മുടെ മരിച്ചുപോയ സംസ്ഥാന പ്രസിഡന്റ് P. കറുത്തപ്പന്റെ നേതൃത്വത്തിൽ സംഘടനയ്ക്ക് രൂപം കൊടുക്കുകയും ആ സംഘടന വളർന്നു ഇന്ന് 2 ലക്ഷത്തോളം അംഗങ്ങളുള്ള ഒരു സംഘടനയെ വളരുകയും ചെയ്തു. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ പ്രത്യേകം തയ്യാറാക്കിയ NK പാണ്ഡ്യ നഗറിൽ നടന്ന
സമ്മേളനത്തിൽ സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ഏരിയ സെക്രട്ടറി എം ബാലകൃഷ്ണൻ സംഘടനാ റിപ്പോർട്ടും വി രാമകൃഷ്ണൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. മോഹനൻ അനുശോചന പ്രമേയവും സുരേഷ് ബാബു രക്തസാക്ഷി പ്രമേയവും അവതരിപ്പിച്ചു. എൻ ഹരിദാസൻ, കെ കുഞ്ഞിരാമൻ, കെ എസ് മധു തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ചർച്ച, മറുപടി, തിരഞ്ഞെടുപ്പ് എന്നിവയും നടന്നു. മംഗലാംകുന്ന് ശുദ്ധജല വിതരണ പദ്ധതി പൂർത്തിയാക്കി കുടിവെള്ള പ്രശ്നം പരിഹരിക്കുക, യൂണിയൻ അംഗങ്ങളുടെ ക്ഷേമനിധി വർദ്ധിപ്പിക്കുക തുടങ്ങിയ പ്രമേയങ്ങൾ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഒറ്റപ്പാലം പാലപ്പുറത്ത് ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബ സംഗമം സംഘടിപ്പിച്ചു. പാലപ്പുറം കൈത്തളി ഹാളിൽ നടന്ന പരിപാടി എ അങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. സുപ്രീം കോടതി ഖനനം നിരോധിച്ച സാഹചര്യത്തിൽ സർക്കാർ പുതിയ നിയമനിർമ്മാണം നടത്തണമെന്ന് പി കെ ശശി. CITUവിന്റെ നേതൃത്വത്തിൽ മണ്ണാർക്കാടും പട്ടാമ്പിയിലും മാർച്ച്. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ അശാസ്ത്രീയമായി നിർമ്മിച്ച ഡിവൈഡറുകൾ അപകടക്കെണിയൊരുക്കുന്നു. ദിനംപ്രതി 100 കണക്കിന് ഗ്യാസ് ടാങ്കർ പോകുന്ന ഈ പാതയിൽ ഏറ്റവും കൂടുതൽ അപകടമുണ്ടായത് മണ്ണാർക്കാട്. ഷൊർണൂർ നിയോജക മണ്ഡലം MLAയുടെ ഓഫീസ് ചെർപ്പളശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. CPM ഓഫീസിൽ MLA ഓഫീസ് തുറന്നതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ചടങ്ങ് ബഹിഷ്കരിച്ചു. ചെർപ്പശ്ശേരി മഞ്ചക്കലിൽ കുന്ന നിരപ്പാക്കുന്നതിനിടെ JCB കത്തിനശിച്ചു. കുന്നിടിക്കുന്നത് അനധികൃതമാണെന്നാരോപിച്ച് DYFIയും AYFും പ്രക്ഷോഭത്തിന്. അപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്ന മന്ത്രി മഞ്ഞളാംകുഴി അലി ചൊവ്വാഴ്ച ആശുപത്രി വിടും. 2 ആഴ്ചത്തെ വിശ്രമം ഡോക്ടർമാർ നിർദ്ദേശിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.